ഹായ്, വെൽക്കം ടു ചാനൽ. എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. ഇന്നൊരു പുതിയ സാധനമാണ്. ഈ പാചകക്കുറിപ്പ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പലരും പറയുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. അതുമല്ല, ഈ പൂവാന്നാണ് ഇതിന്റെ പേരിട്ട. പൂവ എന്ന് പറയുന്നത് നല്ല ഔഷധമാണ്. എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഏതൊരു അസുഖമാണെന്നുണ്ടെങ്കിൽ അസുഖത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പൂവ എന്ന് പറയുന്നത്. നല്ലൊരു വൈറ്റ് സാധനം കാണുമ്പോൾ തന്നെ നല്ലൊരു ഇത് തോന്നില്ല. ഇതിന്റെ ഇത് എങ്ങനെയാ വെച്ചാല് നമ്മള് മഞ്ഞളിന്റെ ചെടി മാതിരിയാണ് ഇതിന്റെ ചെടി ഉണ്ടാകുന്നത്. അടിയിലാണ് നമ്മൾ കിളച്ചെടുക്കണം. ഒരു കൈക്കോട്ടിലൊക്കെ വെച്ച് കളച്ചിട്ടെടുത്തിട്ട് കുറെ പണിയുണ്ട്. ഇതുമാതിരി ആക്കി എടുക്കണമെങ്കിൽ ഒരുപാട് പണി എടുക്കണമെങ്കിൽ നമ്മള് നാട്ടിൻപുറത്തല്ലേ ഇതെല്ലാവർക്കും പരിചിതരായിരിക്കും, പക്ഷെ അല്ലാത്ത ആൾക്കാർക്കെല്ലാം അറിയാൻ പറ്റുന്നതാണ്. കിട്ടാൻ തന്നെ പ്രയാസമുള്ള നാട്ടിൻപുറത്ത് സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പം പുറത്തുനിന്ന് വാങ്ങുന്നതിനാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മായം കലർന്നൊന്നും മൈദപ്പൊടി ചേർത്തതല്ലായിരിക്കും. പക്ഷെ ഇതിപ്പോ നമ്മള് വീട്ടിലെ ഒറിജിനലായിട്ട് നമ്മൾ ഉണ്ടാക്കി കളച്ചെടുത്ത് നമ്മള് ഊറ്റിയെടുത്താണ്. പൂവ ഊറ്റിയെടുക്കുക എന്നാണ് ഞാൻ പറയാ. നമ്മുടെ ഭാഷയിൽ പറയാൻ ഊറ്റിയെടുക്കുന്നത്. എങ്ങനെയാന്ന് വെച്ചാല് പറമ്പെന്ന് കളച്ചെടുത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് വൃത്തിയാക്കി മിക്സിയിൽ പണ്ടെല്ലാം പൂവക്കോല് എന്ന് പറയുന്ന ഒരു കോലുണ്ടായിരുന്നു. കോല് കൊണ്ട് അരച്ചിട്ട് പണ്ട് ഇവിടെ അടുത്ത അമ്മയൊക്കെ പണ്ട് അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു. രാവിലെ വരെ ഇരുന്നിട്ട് ഇത് ഒരച്ചൊരച്ചൊരച്ച് ഉണ്ടാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടാണ് ഇത് ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഇപ്പൊ മിക്സി ഉണ്ടല്ലോ, അപ്പൊ ഈ മിക്സിയിൽ ഞങ്ങൾ അരച്ചെടുക്കും. മിക്സിയിൽ അരച്ചെടുത്തിട്ട് പിന്നെ ഇതാക്കും. പിന്നെ നന്നായിട്ട് വെള്ളത്തിൽ കലക്കും. ഈ അരച്ചെടുത്ത മിശ്രിതം ഒരു വലിയ ചെമ്പിൽ വെള്ളത്തിൽ കുറേ വെള്ളം വേണം. എന്നാൽ ഈ കയ്പ്പ് രസമായിരിക്കും ആദ്യം. ഇത് നമ്മൾ അരച്ചെടുത്ത ഉടനെ തന്നെ കയ്പ്പ് രസമായിരിക്കും. ആ കയ്പ്പ് രസം പോകാൻ വേണ്ടിയായിട്ട് ഒരു വെള്ളത്തിൽ തെളിയൂറ്റുന്ന നിറയെ ഒരു ചെമ്പ് നിറയെ വെള്ളം, പത്രത്തിൽ നിറയെ വെള്ളത്തിൽ ആ വെള്ളത്തിൽ ഈ മിശ്രിതം ഇതല്ല നമ്മൾ ആദ്യം അരച്ച് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ തനത് സാധനം കേട്ടോ. അത് ഞാൻ എന്താന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചെന്നേ ഉള്ളൂ. അപ്പൊ അത് മിക്സിയിൽ അരച്ചെടുത്ത ആ മിശ്രിതം പിന്നെ വലിയൊരു ചെമ്പില് വെള്ളം നിറച്ച് അതിന് നന്നായിട്ട് കലക്കിയിട്ട് വെക്കുക. കുറെ സമയം വെക്കണം. രാവിലെ വരെ ഇത് വെക്കണം. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ അടിയിലുണ്ടാവുന്ന മിശ്രിതമുണ്ട് ഊറി വരുന്ന നൂറ് മാതിരിയുള്ള ഊറി വരുന്ന അതെന്ത് ചെയ്യാം, ഒന്നുകൂടി കലക്കുക. ഇങ്ങനെ തന്നെ കലക്കി വെച്ച് നിറയെ വെള്ളം എടുത്ത് വീണ്ടും കലക്കി വെക്കും. പിറ്റേ ദിവസം രാവിലെ എടുത്ത് വീണ്ടും ഊറ്റി വീണ്ടും ഒന്നുകൂടി കലക്കി. അങ്ങനെ 2, 3, 4 പ്രാവശ്യമെങ്കിലും ഇത് ഊറ്റിയിട്ട് വെള്ളം മാറ്റി തെളിയിച്ചെടുക്കണം. എന്നാൽ എന്റെ കയ്പ്പ് രസം പോകുന്നു. എങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്യാ, എന്റെ മണം തന്നെ നല്ലൊരു ഹരയുള്ള മണക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അതെങ്ങനെ എപ്പോഴും ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. ഇത് നമ്മളെന്തെങ്കിലും അസുഖം വന്നാൽ എങ്ങനെയാ കഴിക്കുക എന്ന് വെച്ചാൽ വെറുതെ ഒരു സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പഞ്ചസാരയോ ലേശം ഉപ്പോ ചേർത്തിട്ട് ആ വെള്ളം മാതിരി ഒന്ന് തിളപ്പിച്ചിട്ട് കുടിക്കുക ചെയ്യുക. നല്ലതാണ്. വോമിറ്റിംഗ് നിൽക്കും. നമുക്ക് ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ അതിന് സൂപ്പറാണ്. എല്ലാത്തിനും നല്ല മരുന്നാണിത്. ഇതിപ്പോ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാല് പൂവ വിരകുക എന്ന് പറയും. പൂവ വിരകുക എന്ന് പറഞ്ഞാൽ ഇത് ഈ ശർക്കര പാനി ഒഴിച്ച് തേങ്ങ ഇട്ട് നെല്ല് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അധികം കട്ടിയില്ലാണ്ട് ഇളക്കിയിട്ട് നമ്മള് അടുപ്പത്ത് നിന്ന് തിളപ്പിച്ച് 2-3 തിളക്കുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും, നല്ല കട്ടിയിൽ വരും. നമ്മള് ഹൽവ മാതിരി വരും. ഹൽവ മാതിരി വരും. എന്നിട്ട് അതൊരു പ്ലേറ്റിൽ ഇത്തിരി നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താല് അത് നമുക്ക് കുറച്ച് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാല് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അത് കഷ്ണം എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്. ഇതിപ്പോ നമുക്ക് ഞാനിതാ ഇതിലേക്ക് ഇത്ര പൂവ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര പൂവ് എടുക്കുന്നുണ്ട് 2 പ്രാവശ്യം. ഇത് നമുക്ക് കട്ടിയിൽ എടുക്കേണ്ടത് കൊണ്ട് ഇച്ചിരി കൂടുതൽ എടുക്കണം. ഇത്ര എടുത്ത് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇത് ചെയ്യുന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാ, വെള്ളം ഒഴിക്കണമെന്നില്ല. നമ്മൾ ശർക്കര പാനിയാണ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ശർക്കര പാനി തയ്യാറാകുമ്പോഴേക്കും സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ശർക്കര പാനി ആദ്യമേ തയ്യാറാക്കി വെച്ചാൽ കുറേ അലിയാതെ കിടക്കുന്നുണ്ട്. സ്പൂൺ എടുക്കാം. നമുക്കൊരു സ്പൂൺ എടുക്കാം. ഈ സ്പൂൺ എടുത്ത് ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കുക. ഫസ്റ്റ് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു വെക്കുക.
ഇതിലേക്ക് ഒഴിച്ചെടുത്ത് പാകത്തിന് മധുരം എടുക്കണം കേട്ടോ. അധികം മധുരം വേണ്ട കേട്ടോ, പാകത്തിന് മധുരം എടുക്കണം. നമുക്കെല്ലാം അത്രയും മധുരം വേണ്ട, കൂടുതൽ മധുരം ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഇതിട്ട് കഴിഞ്ഞ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്നാൽ ഇത് കട്ട പൊട്ടി വരണം കേട്ടോ. ഇത് കട്ടയായിട്ട് നല്ല നമ്മൾ വെയിലത്ത് ഉണക്കുന്നല്ലേ, അപ്പോൾ നല്ല കട്ടയായിരിക്കും. അപ്പോൾ ഒത്തിരി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചാൽ കലങ്ങി വരും. ഇങ്ങനെ നല്ല സ്പൂണ് കൊണ്ടാലാണ് ആ കട്ട ഉടച്ചെടുക്കുക. പെട്ടെന്ന് ഉടയും. ഇത്തിരി വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നല്ല പഞ്ഞു മാതിരി ഇത് ഉടഞ്ഞു വന്നു. ഇങ്ങനെ ഉടച്ചെടുക്കുക. ഇല്ലെങ്കിൽ കട്ടയായിട്ട് നിൽക്കും കേട്ടോ. ഇങ്ങനെ ഉടച്ചിങ്ങനെ എടുക്കുക. നല്ല ഇത്തിരി മധുരം ഞാൻ ഇത്തിരി ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ. ഇത് ഇങ്ങനത്തെ സാധനങ്ങളാണ് പല സാധനങ്ങൾക്ക് എനിക്ക് ഉണ്ടാക്കേണ്ടി വരും. ഹസ്ബൻഡിന് ഞാൻ പറഞ്ഞല്ലേ സുഖമില്ലാന്ന് പല വാശികളും. ഒന്ന് ഞാനൊരു വീഡിയോ എടുത്ത് പകുതിയാക്കിക്കൊണ്ടിരിക്കുമ്പോ എന്നെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് വന്നതാണ്. ഞാനിപ്പോ അത് കട്ട് ചെയ്ത് ഇപ്പൊ ഫുഡായിട്ട് എടുക്കട്ടോ. നമുക്ക് എനിക്ക് എല്ലാവർക്കും അറിയായിരിക്കും സ്ട്രെസ് വന്നാലായി അല്ലാതെ സ്ട്രെസ്സാണ്. ഇങ്ങനെ സ്ട്രോക്ക് വന്ന ആൾക്കാരോട് നമുക്ക് പെരുമാറാൻ വലിയ ബുദ്ധിമുട്ട്. അത് അനുഭവസ്ഥന്മാർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അവരെ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ അറിയാനൊക്കെ ആയി വരുന്നത്. ഇങ്ങനെയല്ല, അത് കുറച്ച് ആക്റ്റീവായി എന്തിനെങ്കിലും ആക്റ്റീവായിരിക്കാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇതൊക്കെ പറയാൻ നിന്നാല് ഒരു കഥ തന്നെ ഉണ്ടാവും, അത്രയും പറയാനുണ്ടാവും. അതൊന്നും ഇപ്പൊ നമുക്ക് പറയണ്ട. ഇനിയൊരു അവസരത്തില് എല്ലാവരോടും പറയാം. എൻ്റെ ഹസ്ബൻഡിന്റെ അസുഖം വന്നതും ഞങ്ങളാരും ഇല്ലാത്തൊരു സമയത്ത് വന്ന് അങ്ങനെ കുറെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കഷ്ടപ്പെട്ട ഞാൻ ഇത് നമുക്ക് റെഡിയാക്കി കൊണ്ടുവരാം. ഇതിപ്പോ ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്യണം, നമുക്ക് ചിരകിയ തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. എനിക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരുമില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും എന്നെ ക്ഷമിക്കുക, എന്നോട് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോ തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ നമുക്കൊന്ന് നോക്കട്ടെ, ഉപ്പുണ്ടോ മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ. ഉപ്പ് മധുരമൊക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ മധുരവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ പൂവാന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. നാട്ടിൻപുറത്തിലുള്ള ആൾക്കാർക്ക് ഒക്കെ ഇത് കാണാൻ പറ്റിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഇത് കാണാൻ പറ്റിയിട്ടുണ്ടാവും തോന്നില്ല. എല്ലാ വീടുകളിലും ഇത് ഉണ്ടാവില്ല. ചില തറവാട് വീടുകളിലൊക്കെ പണ്ടൊക്കെ ഇത് നട്ടിട്ട് ഇതിപ്പോ ഒരു കുട്ട നട്ടാൽ മതി. ആ കുട്ട നട്ട് കഴിഞ്ഞാല് ധാരാളം നിറയെ പറമ്പ് നിറയെ പൊടിച്ച് ഉണ്ടായിക്കോളും. നമ്മളൊന്നും ചെയ്ത് കൊടുക്കണ്ട. ഇത് മഞ്ഞൾ മാതിരി തന്നെ പൊടിച്ച് ഇതിപ്പോ നമ്മളിനി അടുപ്പത്തേക്ക് വെക്കണം. ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വെക്കാം. നമ്മൾ ഇളക്കാണ്ട് തീരെ നിൽക്കല്ലേ, ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കാണ്ട് നിന്നാല് ഫുൾ കട്ട പിടിച്ച് അടിയിൽ പിടിച്ചു. നമ്മളിത് എപ്പോഴും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഒന്ന് ചൂടായി ഒരു തളയിലേക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഞാൻ ചിലപ്പോ ഒന്ന് വിടുക, ഒന്ന് ചൂടാവട്ടെ. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കണം. ഇതെല്ലാം ഇതിനെ കിട്ടും. ഇതാണ് സാധനം കേട്ടോ. ഇതാണ് ഇതിന്റെ വീഡിയോ എല്ലാം ഇതാണ് സാധനം. ഇങ്ങനെയുള്ള സാധനം ഇത് കണ്ടാൽ തന്നെ നമുക്കൊരു ഇതിനോടൊരു ഇത് തോന്നും. നല്ല വെള്ള കളറായിട്ട് ഊറി വരും അടിയിലേക്ക്. ഞാൻ ഇതിന്റെ പ്രിപ്പറേഷൻ എല്ലാം ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. ഞാൻ കൃഷി ഇതിപ്പോ എടുക്കാനായി, ഞങ്ങൾക്കിത് കളച്ച് എടുക്കാൻ്റെ ടൈമായി. ഞാൻ എല്ലാ പ്രാവശ്യവും എടുക്കാറില്ല. ഞാൻ ഒറ്റക്കാലത്ത് എല്ലാം കൂടി ആവാത്തത് എടുക്കാറില്ല. ചില സമയം ഞാൻ ഇത് എടുക്കും. കാരണം ഇത് അത്രയും നല്ല സാധനമാണ്. വെക്കാത്ത സാധനമല്ല, വലിയൊരു ഉപകാരപ്രദമായ ഒരു സാധനമായതുകൊണ്ട് ഞാൻ ഇതെടുക്കും. ഇതിലൊന്ന് കൈ കൂട്ടാൻ വേണം. പെട്ടെന്ന് ഒരു പ്രാവശ്യം ഇളക്കിയില്ലെങ്കിൽ അങ്ങനെ തന്നെ കട്ട പിടിച്ച് പോകും കേട്ടോ. നമുക്ക് കിട്ടില്ലേ. നമ്മൾ നല്ല സൂക്ഷിച്ച് വേണം ഒന്നിനെ ചൂടാക്കി എടുത്തുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇളക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നാൽ ശരിയായി വരും.
ആയിട്ടുണ്ട്, ഏകദേശം ആവാറായിട്ടുണ്ട്. പുകയൊക്കെ വന്നു. ഒരു തിള വേണം കേട്ടോ, അല്ലെങ്കിൽ ചോയ വരും. എന്നിട്ട് ഇതെന്ത് ചെയ്യാ, നമുക്ക് തീ ഒന്ന് ഓഫാക്കുക. ഓഫാക്കിയ ശേഷം എന്ത് ചെയ്യാ, ഇത്തിരി നെയ്യ് ഇതിലേക്ക്, നമ്മളെ നെയ്യില്ലേ ആ നെയ്യ് ഇത്തിരി ഈ പ്ലേറ്റിലേക്ക് തടവാം. ഒരു പ്ലേറ്റിലേക്ക് ഇത്തിരി നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഇത് ഒഴിക്കുക. ഇത്തിരി നെയ്യ് ഒരു പാത്രത്തിലേക്ക് തടവുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുക. ഇത് ഓഫാക്കി കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിലേക്ക് ഒരു ഇത്തിരി നെയ്യ് തടവിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഒരാകൃതിയിലേക്ക് വെക്കുക. ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതൊരു ഈ ഒരു ആകൃതിയിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ ആകൃതിയിലേക്ക് വെക്കുക. ഒന്ന് ഈ ആകൃതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് സമയം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. വിളിക്കുന്നുണ്ട്. 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. മൂപ്പർ വിളിക്കുന്നുണ്ട്, എന്തിനാണെന്ന് നോക്കിയിട്ട് ഇപ്പൊ വരാം. ശർക്കര ഉരുക്കി വെക്കുന്നതാണ്. ശർക്കര ആദ്യം ഉരുക്കി വെക്കണം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് ശർക്കര അതിലേക്ക് ഇട്ടാൽ അത് പിന്നെ നല്ല 2 തിള തിളക്കുമ്പോഴേക്കും അത് കട്ട പിടിച്ച് വരും. അപ്പോൾ ഈ ശർക്കര ഉരുക്കാൻ പ്രയാസമായിരിക്കും. ഉരുക്കിയിട്ട് കൊണ്ടുണ്ടാക്കിയ ഹൽവ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഇതുപോലെ കട്ട് ചെയ്ത് കഷ്ണാക്കി എടുക്കാം. ചെറിയ കുഞ്ഞു കഷ്ണാക്കി കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അടിയിൽ നെയ്യ് വെട്ടിയത് കൊണ്ട് നന്നായിട്ട് കഷ്ണമായിട്ട് തന്നെ പീസായിട്ട് കിട്ടും നമുക്ക്. കട്ട് ചെയ്ത് പീസായിട്ട് എടുക്കാം. പാൽ വെള്ളം മൂന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ കിട്ടണം. ഇതാ പ്ലേറ്റിലേക്ക് വെച്ചാൽ മതി. നല്ല ആകൃതിയിലല്ല, 2 ഭാഗം കണ്ടോ, നല്ല ഇതുപോലെ കിട്ടണം. ഇതുപോലെ എടുത്ത് സൂപ്പർ വേണ്ട. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കുവ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെ കാച്ചി കുടിക്കാണ്ട് ഇതുമാതിരി ചെയ്ത് നോക്ക്. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നമ്മൾ അലുവ മാതിരി തന്നെ ഉള്ളതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മേലെ വിതറി കൊടുത്താൽ ഇത്തിരി നല്ല കൂടുതൽ ടേസ്റ്റ് വരും. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് അതൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാണ്ട് ഇങ്ങനെ തന്നെ സാധാരണ മട്ടിലുണ്ടാക്കി. ഇതിപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് മൂപ്പറ കൂട്ടിക്കോളും. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് പീസ് കഴിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.